രാഹുൽ, ഇനിയും ഉള്ള നടപടിക്രമങ്ങളൊക്കെ അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? ഈ തുക സൗദി കുടുംബത്തിന് കൈമാറേണ്ടതുണ്ട്, അദ്ദേഹത്തിന്റെ മോചനം ഉടനടി സാധ്യമാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് രാഹുൽ? ഈ തുക, അതായത് 34 കോടി രൂപ എന്തായാലും ഉടൻ ഇത് എംബസിയുമായി ബന്ധപ്പെട്ട ശേഷമായിരിക്കും സൗദി ഭരണാധികാരികൾക്ക് കൈമാറുക. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇവിടെയും ഇവിടുത്തെ സഹായനിധി കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ സൗദിയിലുള്ള കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനകീയ സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ആലുങ്കൽ മുഹമ്മദിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. സൗദിയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലഡ് മണി ഇനി നൽകേണ്ടത് ഈ കുടുംബത്തിനാണ്. അത് കോടതി വഴിയായിരിക്കും കൈമാറുക. അതിനുശേഷം ഈ പണം അവർക്ക് ലഭിച്ച ശേഷമായിരിക്കും അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാവുക. പരമാവധി 1 മാസത്തിനുള്ളിൽ തന്നെ ഈ മോചനം, അതായത് അബ്ദുറഹീമിന് കോഴിക്കോട് ഈ ഫറൂഖിലുള്ള ഈ വീട്ടിൽ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ചെറുപ്പമെന്നോ വലിപ്പമെന്നോ അങ്ങനെ ഒന്നുമില്ല. ചെറിയവരും വലിയവരുമായ എല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അബ്ദുറഹീമിനെ ചിലപ്പോൾ കുട്ടി ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഈ വിഷമമെല്ലാം ഇവരിലൂടെയൊക്കെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? വളരെയേറെ സന്തോഷമുണ്ട്. മറ്റേ ഇനി വലിയ പെരുന്നാളിന് മുമ്പേ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. വലിയ പെരുന്നാളിന് മുമ്പ് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ വൈകിയ വേളയിലും ഇനിയെങ്കിലും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ സഹോദരനുള്ളത്. പറയുകയാണെങ്കിൽ ഇവൻ രാവിലെ 6 മണിക്ക് വന്നിട്ട് ഇവിടെ ഇരിക്കും, വൈകുന്നേരം 6 മണി വരെ ഇവിടെ ഉണ്ടാവും. ഒരാളുകൾ 100, 500, 1000 ആയിട്ട് വരുമ്പോൾ അത് റെസീറ്റ് എഴുതി കൊടുക്കാൻ ഈ പാവം സഹോദരൻ തന്നെ പറയാം. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും രാവും പകലില്ലാതെ പള്ളികളിലും ബീച്ചുകളിലും മൊത്തം പിരിവ് നടത്തിയിട്ട് നമ്മളെ റഹീമിന് വേണ്ടി ഫണ്ട് കിട്ടിയതിന് ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് 24 ചാനൽ അന്ന് മുതൽ ഈ നാട്ടിൽ മുഴുവൻ വന്നുകാണ്ട് എല്ലാ വീഡിയോ ലൈവ് എടുത്തിട്ടും നാട്ടുകാരെ ലോകത്ത് മൊത്തം അറിയിച്ചതും 1000 നന്ദി 24 നൽകുകയാണ് ഈ അവസരത്തിൽ. ഈ റഹീമിന്റെ കുടുംബാംഗങ്ങൾ കൂടി കൂടുതൽ ആളുകളുണ്ട്. നമുക്ക് ആദ്യം എന്താണ് പേരെന്നോ ആരാണെന്നോ എനിക്കറിയില്ല, പക്ഷേ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ ഈ വിവരങ്ങൾ ശേഖരിക്കാനായി ഈ വീട്ടിൽ വരുമ്പോഴും ഈക്ക നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നമുക്ക് 34 കോടി രൂപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. പിന്നെ ഈ അവസരത്തിൽ നമ്മുടെ കേരളത്തിലെ അതുപോലെ ലോക മലയാളികളോട്, അതുപോലെ തന്നെ മറ്റ് മീഡിയകൾ, പിന്നെ അത് നമുക്ക് വേണ്ടി സഹകരിച്ച മുഴുവൻ എങ്ങനെയൊക്കെ വ്യക്തികളുടെ അവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദി പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അത് നമ്മളൊരിക്കലും ഇത് എത്തിപ്പെടും എന്ന് വിചാരിക്കാത്ത ഒരു സംഖ്യ, അത് കേരളത്തിലെ മലയാളി സുമനസ്സുകളും അത് ജാതി മതഭേദമന്യേ എല്ലാവരും കൈകോർത്ത് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ റഹീമിൻ്റെ തിരിച്ചുവരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വാർഡ് റൂം, നമ്മുടെ ടീം, സോഷ്യൽ മീഡിയ ടീം, അത് അഹോരാത്രം പ്രവർത്തിച്ച് ബാങ്കിലായിട്ടും മറ്റേതൊക്കെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അതുപോലെ തന്നെ നമ്മൾ സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പ്രത്യേകം ഉണർത്തുകയാണ്. നന്ദി അല്ലാതെ പറയാനില്ല. ഇതാണ് നമ്മളെ റിയൽ കേരള സ്റ്റോറി എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ പൈസ നൽകിയത്, അതായത് പണമായി കയ്യിലെടുക്കാനില്ലാത്ത ആളുകൾ സ്വന്തം വീട്ടിലെ വളർത്തുമൃഗങ്ങളെ വിറ്റ ശേഷം ആ പണം വരെ ഇതിലേക്ക് നൽകിയിട്ടുണ്ട്. നമ്മളുടെ യൂട്യൂബ് കമന്റുകളിൽ പലപ്പോഴും ആളുകൾ പറയുന്നത് എൻ്റെ കയ്യിൽ പണം എടുക്കാനില്ല, പക്ഷേ എൻ്റെ ഉപജീവന മാർഗമായ ആടിനെ വിറ്റ് ആ പണം ഞാൻ അബ്ദുറഹീമിന്റെ സഹായ നിധിയിലേക്ക് കൈമാറുകയാണ്. അങ്ങനെ വിവിധ ആളുകൾ വിവിധ ഇടങ്ങളിലുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ഈ സഹായ നിധിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 3 ചെറുപ്പക്കാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവര് മലപ്പുറം പത്തനാപുരത്ത് നിന്ന് വന്നേക്കുന്നതാണ്. 3 പേരാണ്. അവർ 80,000-അടുത്ത് രൂപയാണ് ഈ റഹീമിന്റെ സഹായ നിധിയിലേക്ക് കൈമാറിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പണം ശേഖരിച്ചതെന്നും എങ്ങനെയാണ് കൈമാറിയതെന്നും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഈ പണം കൈമാറിയത്? നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ 80,000 രൂപ അടുത്ത് ഇവർക്ക് കൈമാറിയിട്ടുള്ളത്? ഞങ്ങൾ ഈ വാർത്ത കേട്ടപ്പോൾ ഇന്നലെ ഞങ്ങളൊരു പ്ലാറ്റിനി, അപ്പോൾ ഞങ്ങളെല്ലാവരും ചങ്ങാമാരെല്ലാവരും കൂടിയായിട്ട് നാട്ടുകാരെല്ലാവരും ഉണ്ട്. നല്ലൊരു ഇതന്നെ കിരണം ക്ലബ്ബിന് ഞങ്ങളെ മുൻഗണന. ഞങ്ങൾ ജനിച്ചനായിട്ട് മുന്നേ തന്നെ ഉണ്ട് ഈ ക്ലബ്ബ്. നല്ലൊരു സപ്പോർട്ടേനി. എല്ലാവരും കൂടിയായിട്ട് ഞങ്ങൾ 2 മണിക്കൂർ ആകെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതിന് ഫണ്ടിൻ്റെ കാരണപ്പോൾ ഞങ്ങളത് നിർത്തി. അപ്പോൾ എല്ലാവരും ഉണ്ടായി. ഞങ്ങൾ നാട്ടിലല്ല കാക്കൊക്കെ ഉണ്ടായി, മുൻഗണനയായിട്ട് എല്ലാവരും ഉണ്ടായിന്. അങ്ങനെ എല്ലാവരും ചെക്കന്മാരെല്ലാവരും കൂടി
തീർച്ചയായിട്ടും അവൻ പറഞ്ഞ പോലെ തന്നെ അവധിക്കാലമാണ്. അവധിക്കാലത്ത് എല്ലാ ചെറുപ്പക്കാരും കൂടി ഒന്നു ചേർന്നിട്ട് നാട്ടിലുള്ള ആളുകളുടെ മുന്നിലെത്തി സ്വകാര്യ ബസ്സുകളിൽ കയറി അങ്ങനെ അവർ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിലാണ് ഏതാണ്ട് 78,000-ലധികം 80,000 അടുത്ത് രൂപ ഇവിടെ എത്തിയത്. അവൻ പറഞ്ഞ പോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് അവർ ഈ വിവരം അറിയുന്നത്. അതായത് റഹീമിന് ഇനിയും പണം ആവശ്യമുണ്ടെന്ന കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ അബ്ദുറഹീമിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും കാത്തിരുന്ന ആ നിമിഷം ഉടൻ തന്നെ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. 18 വർഷങ്ങൾക്ക് ശേഷം അബ്ദുറഹീം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അബ്ദുറഹീമിന്റെ കുടുംബം, സുഹൃത്തുക്കൾ, അങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാവരും ഉള്ളത്. ഉന്മേഷ്. ശരി രാഹുൽ സുരേഷാണ് ഇപ്പോൾ അബ്ദുറഹീമിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നാടിന്റെ കൂട്ടായ്മയുടെ വിജയ ഗാഥയാണ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.